1964 ജനുവരി 12-ാം തീയതി ജാക്ലിൻ ഗീസ് എന്ന 16-കാരിക്കും സർക്കസിൽ ജോലി ചെയ്യുന്ന ടെഡ് ജോർജൻസൺ എന്ന 18-കാരനും ഒരു മകൻ ജനിക്കുന്നു. അവരവനെ ജെഫ്രി പ്രിസ്റ്റൺ ജോർജൻസൺ എന്ന് പേര് നൽകി. എന്നാൽ വിവാഹം കഴിഞ്ഞ് വെറും 17 മാസത്തിനകം അവർ ബന്ധം വേർപിരിഞ്ഞിരുന്നു. പിന്നീടുള്ള നാളുകൾ ജെഫ്രി അമ്മയുടെ കൂടെയായിരുന്നു വളർന്നിരുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്ന അമ്മയ്ക്ക് മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് വേറെ ഒരു വിവാഹം കഴിക്കേണ്ടി വന്നു. മിഗ്വേൽ ബെസോസ് എന്നായിരുന്നു അയാളുടെ പേര്. മിഗ്വേൽ ഒരു കണ്ടീഷൻ മാത്രമേ വെച്ചിരുന്നുള്ളൂ, അവരുടെ മകന്റെ പേര് മാറ്റണമെന്ന്. അങ്ങനെ അവർ അവന് പുതിയൊരു പേര് നൽകി. എന്നാൽ അവർ പോലും അറിഞ്ഞിരുന്നില്ല ഭാവിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരുടെ പട്ടികയിൽ ആ പേരുണ്ടാവുമെന്ന്. അദ്ദേഹത്തിന്റെ പേരാണ് The founder, CEO and president of Amazon, Jeff Bezos. സാമ്പത്തികമായി അധികം പ്രശ്നമില്ലാത്ത ഒരു ഇടത്തരം ജീവിതമായിരുന്നു ജെഫിൻ്റേത്. പഠിക്കാൻ വളരെയധികം മിടുക്കനും താല്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പഠനത്തിനോടൊപ്പം ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് സമ്പാദിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു. അങ്ങനെ തന്റെ 16-ാം വയസ്സിൽ മെക്ഡൊണാൾഡ്സിൽ അസിസ്റ്റന്റ് കുക്കായി അദ്ദേഹം ജോലിക്ക് പ്രവേശിച്ചു. 1980-ൽ കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും അദ്ദേഹം ഉന്നത റാങ്കോടുകൂടി പാസ്സായി ബിരുദം നേടി. ഗ്രാജുവേഷൻ പ്രസംഗത്തിൽ വേദിയിലുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരമാണ് അതിന് മറുപടി നൽകിയത്: മനുഷ്യർ ബഹിരാകാശത്ത് കോളനി കെട്ടി താമസിക്കുന്ന ദിവസം ഞാൻ സ്വപ്നം കാണുന്നു. ഇനി അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്റെ മരണത്തിന് മുമ്പ് എനിക്ക് എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയണം. എന്നാൽ വേദിയിലുണ്ടായിരുന്ന എല്ലാ പേരും അദ്ദേഹത്തെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തിരുന്നു. ബിരുദം നേടിയതിനു ശേഷം ഫിൻടെക് എന്ന കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്യാൻ ആരംഭിച്ചു. വളരെ മിടുക്കനും അതിബുദ്ധിമാനുമായതിനാൽ ജെഫിന്റെ സഹായം മൂലം ഫിൻടെക് എന്ന കമ്പനി ഉയരങ്ങൾ കീഴടക്കുവാൻ തുടങ്ങി. കമ്പനിയുടെ ഉയർച്ചയ്ക്കൊപ്പം ജെഫിന്റെ സ്ഥാനവും ഉയർന്നു. എന്നാൽ ഒരു കമ്പനിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നില്ല അദ്ദേഹത്തിൻ്റേത്. പല പല കമ്പനികളിൽ അദ്ദേഹം മാറി മാറി ജോലി ചെയ്തു. അങ്ങനെ ഒരുപാട് അറിവുകളും അനുഭവങ്ങളും നേടിയെടുത്ത അദ്ദേഹം 94-ൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുവാൻ തീരുമാനിച്ചു. ആ ബിസിനസ് എന്തെന്നാൽ ഓൺലൈൻ സൈറ്റുകൾ വഴി പുസ്തകങ്ങൾ ജനങ്ങൾക്ക് വിൽക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ സംരംഭത്തിന് അദ്ദേഹം ഒരു പേര് നൽകി. സൗത്ത് അമേരിക്കയിലെ വലിയ നദിയായ ആമസോൺ എന്ന പേരാണ് അദ്ദേഹം ആ ബിസിനസ്സിന് നൽകിയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ഒരു ഓൺലൈൻ ലൈബ്രറി, അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വളരെയധികം ഉപയോക്തൃ സൗഹൃദമായ ഒരു വെബ്സൈറ്റ് അദ്ദേഹം നിർമ്മിച്ചു. അങ്ങനെ 95 ജൂലൈയിൽ അദ്ദേഹത്തിന്റെ സൈറ്റിൽ നിന്നും ആദ്യത്തെ പുസ്തകം വിറ്റഴിക്കപ്പെട്ടു. പയ്യെ പയ്യെ ആ സൈറ്റ് വളരുവാൻ തുടങ്ങി. അങ്ങനെ പുസ്തകങ്ങൾ വാങ്ങുന്നവർക്ക് ഒരുപാട് ഓഫറും ഡിസ്കൗണ്ടും നൽകി അദ്ദേഹം ആ സൈറ്റിനെ വളർത്തിയെടുത്തു. 98-ൽ പുസ്തകങ്ങളുടെ കൂടെ CD-യും DVD-യും അദ്ദേഹം വിൽക്കുവാൻ ആരംഭിച്ചു. എന്നാൽ 2000 കാലഘട്ടമായതോടെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അദ്ദേഹം പുതിയ ചില നമ്പറുകൾ കൂടി ഇറക്കേണ്ടി വരുമെന്ന്. അങ്ങനെ അദ്ദേഹം 2000-ന്റെ തുടക്കകാലത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഡ്രസ്സുകളും ആ സൈറ്റിൽ വിൽക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ബിസിനസ് സംരംഭം ഒരു വിപ്ലവം സൃഷ്ടിച്ചു. പിന്നീട് അങ്ങോട്ട് അതിഗംഭീര വളർച്ചയാണ്
ആമസോൺ സാക്ഷ്യം വഹിച്ചത്. ഇ കൊമേഴ്സ് രംഗത്തെ ഒരു തരംഗമായി മാറുകയായിരുന്നു ആമസോൺ. അന്ന് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ആമസോൺ ഇന്ന് വരേക്കും ആ സ്ഥാനം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. വെറുമൊരു ഓൺലൈൻ റീറ്റെയിലറായി തുടങ്ങിയ ആമസോൺ ഇപ്പോൾ വ്യവസായ ഭീകരതയിൽ വളരുകയും ഇന്നത്തെ റീറ്റെയിലേഴ്സ് എല്ലാം ആമസോണിന്റെ സഹായം തേടുകയും ചെയ്യുന്നു. അങ്ങനെ കോടികൾ കൊയ്യുമ്പോഴും അദ്ദേഹം തൻ്റെ സ്വപ്നം മറന്നുപോയിരുന്നില്ല. അദ്ദേഹം ഗ്രാജുവേഷൻ പ്രസംഗത്തിൽ പറഞ്ഞ ആ കാര്യം, അതായത് മനുഷ്യകുലം സ്പേസിൽ കോളനി കെട്ടി താമസിക്കുന്ന ഒരു ദിവസം, ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം ആരംഭിച്ചു. അങ്ങനെ 2000-ൽ തന്നെ ബ്ലൂ ഒറിജിൻ എന്ന എയ്റോസ്പേസ് കമ്പനി അദ്ദേഹം ആരംഭിച്ചു. ഇന്നും 3000-ലധികം തൊഴിലാളികളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ ആമസോണിനോടൊപ്പം തന്നെ ബ്ലൂ ഒറിജിനും അദ്ദേഹത്തിൻ്റെ മിടുക്ക് മൂലം വളർത്തിയെടുക്കുവാൻ സാധിച്ചു. എന്നാൽ ഇത്രയൊക്കെ നേടിയിട്ടും അദ്ദേഹം ഇനിയും പോരാടുവാൻ തയ്യാറായിരുന്നു. അങ്ങനെ 2007-ൽ ആമസോൺ കിൻഡിൽ നിലവിൽ വരികയാണ്. 2010-ൽ സ്വന്തമായി സിനിമകളും വെബ് സീരീസും എല്ലാം നിർമ്മിക്കുന്ന വലിയൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആമസോൺ ആരംഭിച്ചു. നമ്മൾ കാണുന്ന സിനിമകൾ റേറ്റ് ചെയ്യപ്പെടുന്ന IMDb എന്ന സംരംഭം, അതായത് ഇന്റർനാഷണൽ മൂവി ഡാറ്റാബേസ്, ഇത് ആമസോണിൻ്റേത് തന്നെയാണ്. 2020-ൽ കൊറോണ മൂലം പല ബിസിനസ്സുകളും തകർന്നടിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആമസോണിന്റെ ഒരു കണ്ണി പോലും ഇളകി വീണിരുന്നില്ല. മറിച്ച് അവരുടെ ലാഭവിഹിതം നിലവിൽ കിട്ടിയിരുന്നതിനേക്കാൾ 60% മുകളിലായിരുന്നു. 2023-ലെ റിപ്പോർട്ടുകൾ പ്രകാരം 16 ലക്ഷം കോടിയാണ് ജെഫ് ബിസോസിന്റെ ആസ്തി. ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരുടെ പട്ടികയിൽ 3-ാം സ്ഥാനമാണ് അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത്. അവിടെ നിന്നും അദ്ദേഹത്തിന് 1-ാം സ്ഥാനത്തേക്ക് കുതിക്കുവാൻ അധികം വൈകാതെ തന്നെ സാധിക്കും.